റിയൽ ലൈഫിൽ പ്രതികരണശേഷി ഭയങ്കര പ്രതികരണം ആണുങ്ങൾക്ക് കൂടുതൽ വേണം അതോ പെണ്ണുങ്ങൾക്ക് കൂടുതൽ വേണം? എന്താണ്? അതോ രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം? അല്ല, എൻ്റെ പേഴ്സണലി രണ്ടുപേരും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പറയണത് കേൾക്കണം, അല്ലാണ്ട് തന്നെ എനിക്ക് എൻ്റെതായ തീരുമാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ. അതായത് ചേട്ടൻ നമ്മൾ പറയണത് കേൾക്കണമല്ലോ. അതെന്ത് അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് എന്ത് പറഞ്ഞാലും കേട്ടേ പറ്റുള്ളൂ എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തായാലും പറയില്ലല്ലോ അത് ചെയ്യുമെന്നുള്ളത്. അപ്പം നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഉള്ളൊരു കോൺഫ്ലിക്റ്റ് എപ്പോഴും വരുമല്ലോ. അപ്പോൾ ഈ തിരിച്ച് അപ്പുറത്തുനിന്ന് ഇതുപോലെ നല്ലത് കേൾക്കണം എന്നുള്ള സാധനം നിൽക്കുന്ന സ്ത്രീകളും ഉണ്ടല്ലോ. അല്ല, എല്ലാ ടൈപ്പും ഉണ്ട്, സ്ത്രീകളും പുരുഷന്മാരും എല്ലാ ടൈപ്പും ഉണ്ട്. പക്ഷേ ഇത് സീരിയലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇത് ഒന്നുമില്ലാണ്ട് വെറുതെ ഇങ്ങനെ പ്രതികരണശേഷി ഇല്ലാണ്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് ആണുങ്ങളെ കാണിക്കുന്നത്. എന്നാലേ പെണ്ണുങ്ങൾക്ക് ബൂസ്റ്റ് വരുള്ളൂ. അങ്ങനെ പെണ്ണുങ്ങൾ ബൂസ്റ്റ് വരുമ്പോൾ മറ്റേ അമ്മ ചേച്ചിമാരും മറ്റേ കൊള്ളാം കൊള്ളാം മനസ്സിലായില്ല, അവർ പറഞ്ഞു കൊള്ളാം കൊള്ളാം, അവൻ അങ്ങനെ തന്നെ കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പം ഈ ആണിന് ഇത് വന്നിട്ട് ഒറ്റയടി കർണത്ത് കൊടുക്കുമ്പോൾ അപ്പോഴും വരുന്നില്ല. ആ അടിയോട് എന്താണ് അതിനോടുള്ള അഭിപ്രായം? ആ അടി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? 2 വെച്ച് കൊടുക്കല്ലേ പറ്റും. കേട്ടില്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിൽ അതൊക്കെ ഇപ്പോഴല്ലേ വന്നത്. അല്ല, നമുക്കിപ്പോൾ പണ്ടത്തെ പണ്ട് നമ്മൾ നെഞ്ചിലേറ്റുന്ന പല സിനിമകളും നമുക്കിപ്പം ചിന്തിക്കുമ്പം ഇതിങ്ങനെ ഇവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് നമ്മൾക്ക് തോന്നില്ലേ? അപ്പോൾ അതുപോലെ ഈ അടി പണ്ട് എന്തോ ഭർത്താവിൻ്റെ അടി വളരെ ഒരു അല്ല, നമ്മളെ മക്കളെ അടിക്കണ പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ മക്കളെ തല്ലുന്ന പോലെ നേരെയാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ മക്കളെ തല്ലുന്നത്. അപ്പോൾ തിരിച്ചു തല്ലിയാലോ? തിരിച്ചില്ലേ കൊള്ളുക, അല്ലാണ്ട് പിന്നെ വേറെ ഒന്നും നിർത്തിയില്ല. തിരിച്ച് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നന്നാക്കണം എന്ന് തോന്നിയാലോ? അല്ല, മോശമാണെങ്കിൽ നേരെ ആവണം. അപ്പോൾ തല്ല കൈവയ്ക്കണമെങ്കിൽ കൈവയ്ക്കാം. ഇപ്പം കൈവയ്ക്കണ തെറ്റാന്നല്ലോ പറഞ്ഞു. കൈവെക്കാമോ? അതാ ഞാൻ ചോദിക്കുന്നത്. കൈവയ്ക്കണ തെറ്റാണെന്ന് തെറ്റാണെന്ന് നമ്മൾ വാദിക്കും അല്ലേ? ഇതെല്ലാം ഒരു സ്നേഹത്തിൻ്റെയും ഒരു ഇതിൻ്റെ എല്ലാവരും ഇതിൻ്റെ ഒരു ഇതിലല്ല പോണത്, ഒരു ധാരണയിലാണ് നമ്മൾ പോണത് അല്ലേ? എല്ലാം ഒരു ധാരണയിലാണ് പോണത്. അല്ലാണ്ട് അടിയും കഴിഞ്ഞ് രാവിലെ എണീറ്റ് കഴിഞ്ഞ് വീണ്ടും അടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അതിൽ നല്ലത് രണ്ടായിട്ട് ജീവിക്കണമായിരിക്കും. അല്ലാതെ രാവിലെ എണീറ്റ് വീണ്ടും അടി ചെയ്ത് അപ്പോൾ അത് അവിടെ വെച്ച് നിർത്തണം, തീരണം. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് സ്വയം ഒരു ബോധം ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ഇപ്പോൾ രണ്ടടിയെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് വിളിച്ചിട്ട് ഹലോ കമ്മീഷണർ എന്നെ കൈവച്ചു, ഇതാണ് കാലം. എന്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ അങ്ങനെ ഒരു തരത്തിലേക്ക്? പണ്ട് സ്ത്രീകൾ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല, ഇപ്പം മിണ്ടുമ്പോൾ പോലീസിനെ വിളിക്കും. കൂടുതൽ നിയമം അവരുടെ വശത്തേക്കായി. അതുകൊണ്ടായിരിക്കും അവരൊക്കെ സ്വയം പര്യാപ്തരായതുകൊണ്ടായിരിക്കും. പണ്ട് സ്വയം പര്യാപ്തരായിട്ടില്ലല്ലോ. പണ്ട് ജോലിയില്ലാത്ത സ്ത്രീകളെ അപേക്ഷിച്ച് ജോലി ഉള്ളവരാണ് കൂടുതലുണ്ട്. പണ്ട് ഒരു പക്ഷേ ഭർത്താവിന്റെ എന്തെങ്കിലും വീട്ടിൽ ഇവിടെ സംഭവിച്ചാൽ പ്രശ്നം ഉണ്ടായിരുന്നു. ജോലി ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് അല്ല, ഈ ജോലിയിൽ എന്താണ് പറയണത്? ജോലി ഇല്ലാത്തതുകൊണ്ട് വരുമാനം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആശ്രയിച്ച് ജീവിക്കുന്നു. ഇത് സ്വന്തമായിട്ട് വരുമാനം എനിക്കുണ്ട്, ഇവിടുന്ന് പോയാലും എനിക്ക് ജീവിക്കാം എന്നൊരു ചിന്തയിൽ നിന്ന്. അങ്ങനെയാണോ പറയും? അല്ല, ഞാൻ ചോദിക്കണം, അങ്ങനെ ഒരു ചിന്തയിൽ നിന്നല്ലേ? അല്ല, ഞാൻ വിശ്വസിക്കുന്നത് സ്വയം പര്യാപ്തത അതിൽ വലിയൊരു പാർട്ടാണ്. പണ്ട് ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ടാണ് അടിമയായിട്ടും സ്ത്രീകൾ ഇങ്ങനെ സഹിച്ചും കടന്നു വരുന്നത് എന്നാണ് പറഞ്ഞു വന്നത്. അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ? അല്ല, പറയൂ. അല്ല, എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും ഞാനൊരു ബാധ്യതയാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ല, ജീവിക്കാൻ ഒരു വഴിയില്ല. അങ്ങനെ സഹിച്ച് നിന്നവർ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായാലും എനിക്ക് ജീവിക്കാം എന്നൊരു സാധനം വരുന്നുണ്ടാവുമല്ലോ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ ചിന്താഗതി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഇപ്പോൾ അവരൊക്കെ വീട്ടിൽ ഇപ്പോൾ ഞാനിപ്പം ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ബാങ്കിൽ ജോലിയുണ്ട്. ചിലപ്പോൾ ബാങ്ക് ഭാര്യ മാനേജറും ഭർത്താവ് ക്ലർക്കും ആയിരിക്കും. ഇപ്പോൾ വീട്ടിലെങ്ങനെയാണ് അവർ പെരുമാറണമെന്ന് നമുക്കറിയില്ല. പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇടി, ബാങ്കിൽ വരുമ്പോൾ ഓ സാർ സാർ എന്ന് വിളിക്കണേ. നമുക്ക് ഇതിന് പ്രാക്ടിക്കൽ വൈസ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ സ്വയം പര്യാപ്തത എന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇനിയിപ്പം അങ്ങനെ ഒരു സംഭവം ശരിയാണ്, സത്യം പറയും. ഈ പറഞ്ഞത് ആലോചിച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. എനിക്കിപ്പോൾ ഈ സ്വന്തമായിട്ട് വരുമാനമുണ്ട്, അപ്പോൾ എനിക്ക് നിങ്ങളില്ലെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു വരുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ടു പേഴ്സൺ ആക്ച്വലി. ഓരോ വ്യക്തികളുടെ എല്ലാവരും അങ്ങനെയല്ല, എന്നാൽ അങ്ങനെയും ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് അല്ലേ? ഉണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട എന്നാണോ ചേട്ടൻ്റെ അഭിപ്രായം? അതായത്
സ്ത്രീകൾ അങ്ങനെ സ്വയം പര്യാപ്തരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ മക്കളെ വളർത്തുന്നു, മക്കൾ കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കുകയാണ് ഞാൻ ഇനി വീട്ടിൻ്റെ ബാധ്യതയായോ, എനിക്ക് വരുമാനമില്ല, അങ്ങനെ തോന്നിയെന്നാണോ? എനിക്കോ? അല്ല തോന്നിയെന്ന് അല്ല അങ്ങനെ അല്ല, തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പണ്ട് ഇപ്പം സ്ത്രീകൾ അങ്ങനെ ചിന്തിച്ചിരുന്നു, തിരിച്ച് സ്വന്തം വീട്ടിലോട്ട് ആരെ അക്സെപ്റ്റ് ചെയ്യത്തില്ലായിരുന്നല്ലോ. തിരിച്ച് കല്യാണം വിവാഹത്തിന് ശേഷം അങ്ങ് പറഞ്ഞു വിടുതല്ലേ, അതുകൊണ്ടായിരിക്കണമല്ലോ പലരും സ്വന്തം സ്വന്തമായിട്ട്. ഇപ്പം എപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ രണ്ടുപേർക്കും വരുമാനം ഇല്ലാണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ദിനം പ്രതി വരുന്ന വിലക്കയറ്റവും പെട്രോളിൻ്റെ തന്നെ വില എന്ന് പറഞ്ഞാൽ തന്നെയും, പിന്നെ ചിലവുകൾ, സ്കൂൾ ഫീസുകൾ, ഇതെല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ ചിലവ്. അപ്പോൾ രണ്ടുപേർക്കും ജോലി. അപ്പോൾ അതിൽ തന്നെ ഈഗോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. നമ്മളെല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ ഈ പര്യാപ്തതയും ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. ജീവിതം മുമ്പോട്ട് പോകണ്ടേ? അതെ, അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കലാണ്. പിന്നെ ഇത് ഈ പര്യാപ്തതയൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ മക്കളും ചിന്തിച്ചു തുടങ്ങും, മക്കളെ ചിലപ്പോൾ അത് ബാധിക്കും. ഇതും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത്.